റെക്കോർഡിംഗ് ഓൺ ആയിരുന്നില്ല അല്ലെ. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്യാഷ് ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ വായിച്ചത്. നമ്മൾ ഡിസ്കഷൻ ഒരു പരിധി വരെ എത്തിയപ്പോ ഇനി റെക്കോർഡിംഗ് കാണുന്ന ആളുകൾ ക്വസ്റ്റ്യൻ ഒന്ന് നല്ലപോലെ വായിക്കുക. നമ്മൾ ഇനി ഓരോ പോയിന്റ് എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എന്ത് ചെയ്യും, വിശദീകരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി വീഡിയോയിലേക്ക് തന്നെ വരാം, ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ആൻസറിലേക്ക് പോവാണ്. നമ്മുടെ രീതി എന്താണ്? നമ്മുടെ രീതി ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എടുക്കണം. ഓപ്പണിംഗ് ബാലൻസ് എവിടെ തന്നത്? ക്വസ്റ്റ്യന്റെ ഫസ്റ്റിൽ തന്നിട്ടുണ്ട് 72,500. അപ്പൊ 72,500 നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഇതാ, ഓരോ മാസത്തെയും ഓപ്പണിംഗ് ബാലൻസ് വേണം. അതിന് ആദ്യം നമുക്ക് ഫസ്റ്റ് മാസത്തെ ഓപ്പണിംഗ് ബാലൻസേ കിട്ടുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ജനുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് എടുത്തു 72,500. ഇനി നമുക്ക് വരാവുന്ന റെസീപ്റ്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. എല്ലാ മാസങ്ങളിലെയും റെസീപ്റ്റ് നോക്കുക. ക്യാഷ് റെസീപ്റ്റ് ഉണ്ട്, ക്യാഷ് സെയിലിന്റെ. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എന്താ, ലോണ് കിട്ടും. അപ്പൊ 3 റെസീപ്റ്റ് ആണ് നമുക്കുള്ളത്. അപ്പൊ ആ 3 റെസീപ്റ്റ് നമ്മൾ ഇവിടെ കറക്റ്റ് കൊടുക്കുക. അതാ 3 റെസീപ്റ്റ് നോക്കുക. ക്യാഷ് സെയിൽസ്, ഡെപ്റ്റേഴ്സ്, ലോണ്. ആദ്യം ക്യാഷ് സെയിൽ നോക്കുക. അതത് മാസത്തെ സെയിൽസിന്റെ 50%. അപ്പൊ 72,000ന്റെ 50% ജനുവരിയിൽ എഴുതുക. 97,000ന്റെ 50% ഫെബ്രുവരിയിൽ എഴുതുക. 86,000ന്റെ ഇത് മാർച്ചിൽ എഴുതുക. 88,600ന്റെ ഏപ്രിൽ എഴുതുക. 1,02,500 മെയിൽ എഴുതുക. 1,08,700 എന്ത് ചെയ്യുക, ജൂണിലും കൊടുക്കുക. ഈ ഓരോ ഡാറ്റയും അതിന്റെ 50%. 72ന്റേത് 36 ആണ്. 97ന്റേത് എത്ര വരും? 97ന്റേത് 95 സംതിങ് വരും അല്ലെ? സോറി, 45, 40 എത്ര വരും? 46, 48 ആണ്. ഇങ്ങനെ അതിന്റെ പകുതി എടുക്കുക. എല്ലാത്തിന്റെയും പകുതി കറക്റ്റ് ഓരോ മാസത്തിനും റെക്കോർഡ് ചെയ്യാം. ഇത് അതത് മാസങ്ങളിൽ കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഇനി ശ്രദ്ധിക്കുക, ഡെപ്റ്റേഴ്സിന്റെ അടുത്ത് നിന്നുള്ള സെയിൽസ്, അതായത് ക്രെഡിറ്റ് സെയിൽസിന്റെ കളക്ഷൻ എങ്ങനെ? ഇതിലുള്ള 36 നമുക്ക് ക്യാഷ് ആണ്. ബാക്കി 36 എങ്ങനെ കിട്ടും എന്നാ പറഞ്ഞത്? ബാക്കി 36 അടുത്ത മാസം കിട്ടും. അതെവിടെ പറഞ്ഞത്? ഇവിടെ നോക്കുക. എവിടെ പറഞ്ഞത്? ഡെപ്റ്റേഴ്സിന് 1 മന്ത് ക്രെഡിറ്റ് പീരിയഡ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ഇവിടെ ഈ ബാലൻസ് ഉള്ള 36,000 72 അത് എവിടെ കിട്ടുക? ഫെബ്രുവരിയിലാണ് കിട്ടുക. ഫെബ്രുവരിയിലെ ബാലൻസ് ഉള്ള 97ന്റെ 50% മാർച്ചിൽ കിട്ടും. അങ്ങനെ പോകും. അപ്പൊ ജനുവരിയിൽ നമുക്ക് ഡിസംബറത്തെ ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജനുവരിയിൽ കളക്ഷൻ ഒന്നും ഉണ്ടാവില്ല. എവിടെ കളക്ഷൻ ഒന്നുമില്ല. ഇനി ശ്രദ്ധിക്കുക, ഓരോ മാസത്തെയും പകുതി, ജനുവരിയിലെ പകുതി ഇങ്ങോട്ട് എടുത്തു. അതെന്താണ്? 50% ആയതുകൊണ്ട് അത് എടുക്കുന്നത്. 60 ഒക്കെ ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എടുക്കണം. ഫെബ്രുവരിയിലെ 50% ഇങ്ങോട്ട് കൊടുത്തു. മാർച്ചിലെ 50% ഇതാ ഏപ്രിൽ കൊണ്ടുവന്നു. ഏപ്രിലെ 50% മെയിൽ വന്നു. മെയ്ത്തത് ജൂണിലും വന്നു. ഈ പറഞ്ഞ 2 ഡാറ്റ കറക്റ്റ് ആണോ അല്ലേ? അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവാണ് പെട്ടെന്ന്. ഒന്നുമില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോവാൻ. ഇനി പറഞ്ഞത് ലോൺ റിസീവ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ലോണ് നമുക്ക് മെയ് മാസം കിട്ടുന്നല്ലേ പറഞ്ഞത്? മെയ് മാസം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ലോണിന്റെ കാര്യം മാത്രം മെയിൽ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇവിടെ ഒന്നുമില്ല. ഈ മെയ് മാസത്തിൽ ഒരു 30,000 കൊടുക്കും. അപ്പൊ റെസിപ്റ്റിന്റെ സൈഡ് മൊത്തം കഴിഞ്ഞു. മനസ്സിലാക്കുക, ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് വേണമെങ്കിൽ റെസിപ്റ്റ്സിന്റെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നിച്ച് കൂട്ടിയാലും മതി. ടോട്ടൽ റെസിപ്റ്റ് ഇവിടെ നോക്കുക. ഞാനിപ്പോ ഇത് എടുത്ത അനുസരിച്ച് എങ്ങനെയാണ്, ആദ്യം ഞാൻ റെസിപ്റ്റ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടും എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് എഴുതിയത്. ഇനി ഇത് രണ്ടും കൂട്ടി എഴുതിയാലും കുഴപ്പം ഒന്നും ഇല്ല. ഇനി പേയ്മെന്റ് നോക്കുക. പേയ്മെന്റ് എന്താണ്? മെറ്റീരിയലാ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ അല്ലെ? മെറ്റീരിയലിന്റെ പേയ്മെന്റ് ശ്രദ്ധിക്കുക. അത് 1 മന്ത് ക്രെഡിറ്റ് കിട്ടും എന്നാ പറഞ്ഞത്. 1 മന്ത് ക്രെഡിറ്റ് ഏതിന്? മെറ്റീരിയലിനല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഗുഡ്സും ഓവർഹെഡും പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റേഴ്സ്. അപ്പൊ 25,000 അടുത്ത മാസം കൊടുത്താൽ മതി. 31 അടുത്ത മാസം കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ മാസം കൊടുത്താൽ മതി. അപ്പൊ ജനുവരിയിലുള്ള മെറ്റീരിയൽ നോക്കുക. മെറ്റീരിയലിന് എത്ര വരും? ഫസ്റ്റ് ഒന്നും വരൂല, കാരണം എന്താ? ഇല്ലല്ലോ. അതെങ്ങനെ? പിന്നുള്ളത് കറക്റ്റ് ജനുവരിത്തെ ഫെബ്രുവരിയിൽ എഴുതി, ഫെബ്രുവരിത്തെ മാർച്ചിൽ എഴുതി, മാർച്ചിലെ ഏപ്രിൽ എഴുതി, ഏപ്രിലത്തെ മെയിൽ എഴുതി, മെയ്ത്തെ ജൂണിൽ എഴുതി. ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, മെറ്റീരിയലിന്റെ മെയ്ത്തത് ജൂണിൽ വരെ എഴുതി. എന്തുകൊണ്ടാ ജനുവരിയിൽ ഇല്ലാത്ത? പ്രീവിയസ് മന്ത് ആയ ഡിസംബറത്തെ ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പോലെ കാണാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഓവർഹെഡിന്റെ കാര്യമാണ്. ഓവർഹെഡും വേജസ്
വേജസ് ഓവർഹെഡ് അല്ല. അപ്പൊ വേജസ് ആ മാസം തന്നെ കൊടുത്തു നമ്മൾ മനസ്സിലാക്കുക. ഓവർഹെഡ് ഇതൊക്കെ ഉള്ളൂ. അപ്പൊ വേജസ് അതത് മാസം കൊടുത്തു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അതത് മാസങ്ങളിൽ കറക്റ്റ് എടുക്കുക. അവിടെ ഇതാ വേജസ് കറന്റ് മന്ത് തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് 10,000 കറക്റ്റ് കൊടുത്തു. അത് അതുപോലെ റെക്കോർഡ് ചെയ്തു. ഇനി നോക്കുക ബാക്കി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതെല്ലാം ഓവർഹെഡ്സ് ആ. ഇത് ഞാൻ 3 ഒന്നിച്ച് പറയാണ്. ഇത് 4,000 ഉള്ളത് അടുത്ത മാസം കൊടുക്കും. ജനുവരിത്തെ ഫെബ്രുവരിയിൽ, ഫെബ്രുവരിത്തെ മാർച്ചിൽ, മാർച്ചിത്തെ ഏപ്രിൽ, ഏപ്രിലത്തെ മെയ്യില്, മെയ്ത്തത് ജൂണില്, ജൂണത്തത് നമുക്ക് എഴുതാനില്ല. ബജറ്റ് ജൂൺ വരെ ഉള്ളൂ. ഇതും അതുപോലെ അടുത്ത മാസം, അടുത്ത മാസം, അടുത്ത മാസം, അടുത്ത മാസം പോകും. ഇതും അടുത്ത മാസം, അടുത്ത മാസം, അടുത്ത മാസം അങ്ങനെ പോകും. അപ്പൊ ഈ എല്ലാ ഡാറ്റയും എന്ത് ചെയ്യാ നമ്മൾ ഇതാ കണ്ടു, നിങ്ങൾ കാണുക. അതേപോലെ ഫസ്റ്റ് മാസം ഉണ്ടാവില്ല, ഓരോ മാസവും ക്രെഡിറ്റ് പീരീഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സെയിൽസ് കമ്മീഷൻ എത്ര? 3% ഉണ്ട്. സെയിൽസ് എത്രയാണ്? 72,000. അതിന്റെ 3%. ഇത് ഫെബ്രുവരിയിൽ ഇതിന്റെ 3%, ഓരോന്നിന്റെയും 3% കാണുക. സെയിൽസ് കമ്മീഷൻ 71 ഏതിന്റെ 3%? 72,000ന്റെ 3%. 72,000ത്തിന്റെ 1% എത്ര? 720 ആണ്. 720ന്റെ 3% എന്ന് പറയും 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് വരും? 2,100 വരും. പിന്നെ ഒരു 60 വരും. 2,160 അവിടെ കാണാൻ പറ്റും. 2,160. ഇങ്ങനെ ഓരോ ഇതിന്റെ 3% കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെയിൽസ് കമ്മീഷൻ കൊടുക്കുക. ഇനി നോക്കുക, ഇവിടെ ഉണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാൻ ഫെബ്രുവരിയിലും ഏപ്രിലും. അപ്പൊ അസറ്റിന്റെ പർച്ചേസ് എന്ത് ചെയ്യുക? ഫെബ്രുവരിയിലും ഏപ്രിലും കൊടുക്കുക. ഓക്കെ. ഡിവിഡന്റ് പേയ്മെന്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ 35,000 ജൂണിലാണ്. അതും പേയ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി ടോട്ടൽ പേയ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ടോട്ടൽ പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്തു. ടോട്ടൽ പേയ്മെന്റ്സ് എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ടോട്ടൽ പേയ്മെന്റ്സ് ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ റെസിപ്റ്റ് ആയിട്ടുള്ള 36,000 ഈ പേയ്മെന്റ് കുറക്കുക. കുറക്കുമ്പോൾ കിട്ടുന്നതാണ് 23,840. അതിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് കൂട്ടുക. അപ്പൊ നമുക്ക് 96,340 കിട്ടും. ഇത് നമ്മുടെ എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ആ ക്ലോസിംഗ് ബാലൻസ് എവിടെ വരണം? ഇതാ ഇവിടെ വരണം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്തു. എന്നിട്ട് 84,500 എടുത്തു. ഓപ്പണിംഗ് ബാലൻസ് എടുത്തില്ല കേട്ടോ. ഇത് റെസിപ്റ്റ് എല്ലാണ്ടും എടുക്കാതിരുന്നതാണ്. അതിനുശേഷം പേയ്മെന്റുകളെല്ലാം എടുത്തു. അതും ടോട്ടൽ ചെയ്തു. എന്നിട്ട് റെസിപ്റ്റ് പേയ്മെന്റ് കുറച്ചപ്പോ എത്രയാണ് റെസിപ്റ്റ് ഉള്ളത്? 84,500 ആണ്. പേയ്മെന്റ് കുറച്ചപ്പോ 24,990. അതിലേക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 96,340 കൂട്ടിയപ്പോ ക്ലോസിംഗ് ബാലൻസ് 1,21,330 വന്നു. അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 21,330 ഇവിടെ കൊണ്ടുവന്നു. 1,21,030. ഇനി ഇത് രണ്ടും ആഡ് ചെയ്തു. ടോട്ടൽ എടുത്തു. അതിനുശേഷം പേയ്മെന്റ് ടോട്ടൽ ചെയ്തു. ഇവിടെ വന്നു. റെസിപ്റ്റും പേയ്മെന്റും നമ്മൾ കുറച്ചതിന് ശേഷമുള്ള ഫിഗർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഓപ്പണിംഗ് ബാലൻസും ഈ ലാസ്റ്റ് ബാലൻസ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ 1,55,650 വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്തു? ഇതാ ഇവിടെ മുകളിൽ കൊണ്ടുവന്നു. ആ മുകളിൽ കൊണ്ടുവന്ന ബാലൻസ് അവിടെ വെച്ചു. എന്നിട്ട് ഈ രണ്ട് റെസിപ്റ്റുകൾ മാത്രം ആഡ് ചെയ്തു. 87,300 ഉണ്ട്. ഇവിടെ പേയ്മെന്റ്സ് ആഡ് ചെയ്തപ്പോ 91,500 വരുന്നുണ്ട്. അപ്പൊ പേയ്മെന്റ് കൂടുതലാണ്. അപ്പൊ -4,358 വരും. അപ്പൊ ഈ 1,55 കൂട്ടി കൊടുക്കുമ്പോൾ എന്തായി മാറും? 1,51 മാറും. കാരണം 4,358 കുറക്കാനല്ലേ. ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ എടുത്തെഴുതി, ഇങ്ങോട്ട് എടുത്തെഴുതി, ഇവിടെ എടുത്തെഴുതി. ഓക്കെ. ഇനി നോക്കുക. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ വന്നു 1,51. റെസിപ്റ്റുകൾ മുഴുവൻ ആഡ് ചെയ്തു. 3 റെസിപ്റ്റ് കൊണ്ട് ആഡ് ചെയ്തു. 1,25,550 വന്നു. ഇവിടെ എത്ര ഉള്ളത്? 71 ആണ് ഉള്ളത്. അപ്പം 54,475 വന്നു. ഈ എമൗണ്ടും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും കൂടെ ആഡ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഫിഗർ 2,05,767 വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ റെസിപ്റ്റ്സുകൾ എന്തൊക്കെ ആണോ അതെല്ലാം ആഡ് ചെയ്തു. അത് എത്ര വരുന്നുണ്ട്? 1,05,600 വരുന്നുണ്ട്. പേയ്മെന്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,11,261 വരുന്നുണ്ട്. അപ്പൊ രണ്ട് പേയ്മെന്റും റെസിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഓപ്പണിംഗ് ബാലൻസും ഈ നെഗറ്റീവ് ബാലൻസും നമ്മൾ ചെയ്തപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് എന്തുണ്ട്? 1,94,106 വരുന്നുണ്ട്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്യാഷ് ബജറ്റ് നമ്മൾ 2-3 നമ്മുടെ മെയിൻ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ കാണുക. ഓക്കെ. ഒരു പ്രാക്ടീസ് ആണ്. ഇനി കൺഫ്യൂഷൻ ചില ആളുകൾക്ക് എന്തുണ്ടാവും? എന്തുകൊണ്ട് റെസിപ്റ്റും പേയ്മെന്റും ഒന്നിച്ച് ഓപ്പണിംഗ് ബാലൻസ് ഇതും കൂടെ ആഡ് ചെയ്തുകൂടെന്ന്? അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ടോട്ടൽ 1,08,500 ഇവിടെ കൊടുക്കാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ 1,08,500 ഇനി ടോട്ടൽ പേയ്മെന്റ് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫിഗർ വരും. പിന്നെ ഇവിടെ ഈ കാൽക്കുലേഷന്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഡിസ്കസ് ചെയ്യാല്ല, തിയറിയാണ്. തിയറിയും എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഒന്നും കൂടെ കേൾക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടക്കിടക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ ആണെന്ന് മനസ്സിലാക്കി ഞാൻ പോവാണ്. വാട്ട് ഈസ് ഫ്ലെക്സിബിൾ ബജറ്റ്? എന്താണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്തുന്ന ബജറ്റിനാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബജറ്റ് ഉണ്ടാക്കുമ്പോൾ 8,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബജറ്റ് ഉണ്ടാക്കും. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബജറ്റ് ഉണ്ടാക്കും. 12,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടൊരു ബജറ്റ് ഉണ്ടാക്കും. ഇങ്ങനെ വ്യത്യസ്ത ബജറ്റ് ഇതിന് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന ബജറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഫിക്സഡ് ആയിട്ടുള്ള ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് നമ്മൾ ചെയ്യും, അവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യില്ല, ഒരു മാറ്റം വരുത്തില്ല, റിജിഡ് മൈൻഡിൽ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ബജറ്റാണ് ഫിക്സഡ് ബജറ്റ്. അത് എന്തില്ല, അത് ഇങ്ങനെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റൂല. അപ്പൊ ഫ്ലെക്സിബിൾ ബജറ്റ് ഈസ് എ ബജറ്റ് ദാറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനനുസരിച്ച് മാറ്റം വരുത്തുന്ന ബജറ്റിനാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽസ്. ഡിഫറെന്റ് ലെവൽ ഓഫ് സെയിൽസിനോ ഡിഫറെന്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷനോ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. To compare actual performance with the budgeted performance more accurately when there are changes in activity levels. ലെവൽസിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ പർപ്പസ്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കമ്പയർ ചെയ്യാനാണ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബജറ്റ്. അടുത്ത ചോദ്യം, മാസ്റ്റർ ബജറ്റ് എന്താണെന്നുള്ളത്. മാസ്റ്റർ ബജറ്റ് എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്നൊക്കെ ബജറ്റുകൾ വാങ്ങിയതിനു ശേഷം എല്ലാം കൂടെ ചെയ്തിട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സമ്മറി ബജറ്റ് ചെയ്യും. സ്ഥാപനത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽ ഉള്ള ബജറ്റാണ് മാസ്റ്റർ ബജറ്റ് എന്ന് പറയുന്നത്. എ മാസ്റ്റർ ബജറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് സമ്മറി ബജറ്റ് ദാറ്റ് കമ്പൈൻസ് ഓൾ ഫങ്ഷണൽ ബജറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ടു വൺ ഓവറോൾ ബജറ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ മൊത്തം ബജറ്റിനാണ് മാസ്റ്റർ ബജറ്റ് എന്ന് പറയാം. It is a complete picture of financial plan of the business, including both operational and financial aspect. ഓപ്പറേഷണലും ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത കാര്യമാണ്. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോയിങ്സ്, ലോൺസ് പോലത്തെ നമ്മുടെ ഫൈനാൻസിങ് ആക്ടിവിറ്റിയും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ബജറ്റിംഗ്? ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ എ ഫ്യൂച്ചർ പീരീഡ്. ഒരു ഫ്യൂച്ചർ പീരീഡിലേക്ക് ഫിനാൻഷ്യൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതുമായ പ്രോസസ്സിനെയാണ് പറയുന്നത്. ഇത് ഫ്യൂച്ചർ പീരീഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു വർഷത്തിനൊക്കെയാണ്. ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് റവന്യൂ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. ആൻഡ് സെറ്റിംഗ് ഫിനാൻഷ്യൽ ഗോൾ ടു ഗൈഡ് ആൻ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ ഇൻ യൂസിംഗ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. എഫക്റ്റീവ് ആയിട്ട് റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് ഗൈഡ് ചെയ്യും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ ബജറ്റ് എന്താന്ന് പറഞ്ഞാൽ. ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ബജറ്റിനെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബജറ്റിംഗ് എന്ന് പറയാം. ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ ഫ്യൂച്ചർ പീരിയഡ്. ഫ്യൂച്ചർ പീരിയഡിലുള്ള പ്ലാൻ ആണ്. എന്നാൽ ഇതെന്താ? പ്ലാനിങ്, പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് പ്രിപ്പയറിങ്. ഇതെന്താ? ഒരു സാധനം ഉണ്ടാക്കി വെച്ചതിനെ ബജറ്റ് എന്ന് പറയും. എന്നാൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിനെ ബജറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഔട്ട്ലൈൻ എക്സ്പെക്ടഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അതിലെന്തുണ്ടാവും? എക്സ്പെക്ടഡ് ഇൻകം എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ടാവും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സെർവ് ടൂൾ ഫോർ പ്ലാനിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. അതായത് ബജറ്റിങ്ങിനുള്ള ഒരു ടൂളാണ് എന്നർത്ഥം. പ്ലാനിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി വിത്ത് ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ ഓർ ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഇത് നമുക്ക് വേണ്ട. ഓക്കെ, ഇൻഡിവിജ്വലിന്റെ ആവശ്യമില്ല. ഇൻഡിവിജ്വലിനും ബജറ്റ് ഉണ്ട്, പക്ഷെ നമ്മളെ കോസ്റ്റിംഗിൽ ഇൻഡിവിജ്വലിന്റെ അതല്ല പറയുന്നത്. ഇത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. നല്ലപോലെ നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും ഞാൻ പറയുന്നത്, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റേത് എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്.
ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബജറ്റ് ആണ്. ബജറ്റ് വ്യത്യസ്ത ടൈപ്പ് ഓഫ് ബജറ്റ് ഉണ്ട്. ഒന്നാമത്തത് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ബജറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് ബജറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ബജറ്റ് ഉണ്ട്, മാസ്റ്റർ ബജറ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ബജറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഓരോ ടെക്സ്റ്റ് ബുക്കും വെവ്വേറെ ആൻസർ ആയിരിക്കും വരിക. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏത് മെത്തേഡും എടുക്കാം. ഓക്കെ, ഒന്നാമത്തെ നോക്കാം. ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനത്തിന്റെ ഡെയിലി ഓപ്പറേഷന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ എക്സ്പെൻസസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് ബജറ്റ്. അതിൽ പെട്ടതാണ് സെയിൽസ് ബജറ്റ്, പ്രൊഡക്ഷൻ ബജറ്റ് ഒക്കെ. എന്റെ വോയിസ് കോൾ വന്നിരുന്നു, കട്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ആണോ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഇനി ഫിനാൻഷ്യൽ ബജറ്റ് ആണ്. ഫിനാൻഷ്യൽ ആസ്പെക്ട്, ക്യാഷ് ഫ്ലോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ് ഒക്കെ വന്നിട്ടുള്ള അതുമായി ബന്ധപ്പെടുന്ന ബജറ്റാണ് ഫിനാൻഷ്യൽ ബജറ്റ്. ക്യാഷ് ബജറ്റ് ഉണ്ടാവും, ക്യാപിറ്റൽ ബജറ്റ് ഒക്കെ ഉള്ളത്. മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് ബജറ്റ് ആണ്. എല്ലാ ഫങ്ഷണൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ ബജറ്റിന്റെ കോംപ്രഹെൻസീവ് ആയ ബജറ്റ് ആണ്. കമ്പൈൻഡ് സെയിൽസ്, പ്രൊഡക്ഷൻ, ക്യാഷ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ബജറ്റ്. ഡിപ്പാർട്ട്മെന്റൽ ബജറ്റ് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റിനാണ് ഡിപ്പാർട്ട്മെന്റൽ ബജറ്റ് പറഞ്ഞത്. മാർക്കറ്റിംഗിന്റെ ബജറ്റ്, HR ബജറ്റ്, ഇങ്ങനെയുള്ള ബജറ്റ്. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് പറയാം, ഫിക്സഡ്. ഇതിന്റെ നേച്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫിക്സഡ് ബജറ്റ്, ഫ്ലെക്സിബിൾ ബജറ്റ്. ഫിക്സഡ് ബജറ്റ് പറഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ബജറ്റ്, അത് മാത്രം ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അത് നമ്മൾ എങ്ങനെയൊക്കെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്താൽ പോലും ഇത് ചേഞ്ച് ചെയ്യൂല. അങ്ങനത്തെ ബജറ്റ് ആണ് എന്ത്, ഫിക്സഡ് ബജറ്റ്. എന്നാൽ ഫ്ലെക്സിബിൾ ബജറ്റ് എന്താണ്, നമ്മുടെ ഒരു ലോ പ്രൊഡക്ഷൻ എത്രയായിരിക്കും, മീഡിയം പ്രൊഡക്ഷൻ, ഹൈ ഔട്ട്പുട്ട്, ഇതിനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ചസ് ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടൈമിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഓക്കെ, 1 ഇയർ ഓർ ലെസ്, അതുപോലെ തന്നെ മോർ ദാൻ 1 ഇയർ, അത് 5 ഇയർ വരെയൊക്കെ പോകുന്ന ബജറ്റാണ് ഇങ്ങനെ പറയുന്നത്. ഇത് മന്ത്ലി ബജറ്റ് ഒക്കെ ഇതിൽ എന്ത് ചെയ്യും വരും. ഓക്കെ, ഇങ്ങനെയൊക്കെ. പിന്നെ കറന്റ് ബജറ്റ്, അങ്ങനെ പലതും ഉണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബജറ്റുകളുടെ ഡീറ്റെയിൽ ഉള്ളത്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബജറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന കാര്യങ്ങൾ. അത് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് പോവുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതാണ് ഫസ്റ്റ് നമുക്ക് 11ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിലേക്ക് പോവാണ്. ഇതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെയും ശ്രദ്ധിക്കുക. 10 മാർക്കിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന്. ഇത് പിന്നെയും കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും എന്തുണ്ട്, ചോദ്യങ്ങളുണ്ട്. നമുക്ക് 5 മാർക്കിന്, സോറി, ഇത് ഈ ബജറ്റ് ഈ ചാപ്റ്ററിന്റെ അല്ല കേട്ടോ, ഇത് മാറിയിട്ടുണ്ട്. ഇത്രയൊന്നും ഈ ചാപ്റ്ററിൽ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഇതിലും നമുക്കൊരു ഹലോ സാർ, ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? ബഡ്ജറ്റിങ്ങും ബഡ്ജറ്റും ബജറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? ആദ്യം അതിനകത്ത് ബഡ്ജറ്റിംഗ് ആണ് വരിക. ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എല്ലാം നടത്തിയതിനു ശേഷം പിന്നെ ഉണ്ടാക്കുന്നതാണ് ബഡ്ജറ്റ്. ബജറ്റിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബജറ്റിംഗ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ബജറ്റ് ചെയ്തിട്ടാണ് ബജറ്റിംഗിലേക്ക് പോവുക. ഇതിന്റെ ഒരു ഭാഗമാണ്, ബജറ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ബജറ്റ് എടുക്കാം. ഇത് കഴിഞ്ഞ് ഇതിന്റെ കൺട്രോൾ ആസ്പെക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വരും ഇങ്ങോട്ട് വരുമ്പോൾ, ബജറ്റിങ്ങിലേക്ക് വരുമ്പോൾ. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, അത് ബജറ്ററി കൺട്രോൾ ആണ്. ബജറ്റിംഗ് എന്ന് പറയുന്നത് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നതിനാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്കം ആയിട്ട് നമുക്ക് ബജറ്റ് എന്ന് പറയാം. ബജറ്ററി കൺട്രോൾ എന്നാണ് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോൾ ആസ്പെക്റ്റും കൂടെ വരും. അപ്പൊ ഇത് ബജറ്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പും കൂടെ വരും, എന്തിന്, ബജറ്ററി കൺട്രോളിന്. ബജറ്റിങ്ങിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ബജറ്റ് എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെന്താണ്, നമ്മുടെ സ്ഥാപനത്തിലെ കോസ്റ്റിന്റെ കൺട്രോളിനും കൂടെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബജറ്റിന് ഉപയോഗിക്കുക. അപ്പൊ ബജറ്ററി കൺട്രോൾ ആയി മാറും. ഓക്കെ, ഡിഫറൻസ് ഉണ്ട് നമ്മുടെ. അത് നോക്കാം, ഞാനൊന്നും ക്വസ്റ്റ്യൻ കാണാത്തതുകൊണ്ട് പിന്നെ എടുത്തിടാത്തതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, റിവിഷനിൽ
നമ്മൾ ഏറ്റവും കൂടുതലും എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും എത്തൂല. നമ്മൾ ആകെ ഒരു 10-12 ദിവസത്തെ എന്താണ് പ്ലാനുകളാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് എടുത്തിട്ടതാണ് കേട്ടോ. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, കോൺട്രാക്ട് കോസ്റ്റിംഗ്, മെറ്റീരിയല്, ലേബർ, ഓവർഹെഡ്, ഇവിടെ വരും നിങ്ങളുടെ ഏകദേശം 60 മാർക്കിന് മുകളിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അവിടെ നല്ലപോലെ ഫോക്കസ് ചെയ്യുക. ഈ ഗ്രൂപ്പ് ഇതൊക്കെ ഞാൻ PDF സെൻഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഏതാ സെൻഡ് ചെയ്തെന്ന് അറിയില്ല. എന്തായാലും ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോട് കൂടെ ഞാൻ മുഴുവൻ എടുത്ത് ചെയ്യാം. 1-ാമത്തെയും 2-ാമത്തെയും അതുപോലത്തെ 10-ാമത്തെയും ചാപ്റ്ററേ പെൻഡിങ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇന്ന് അപ്ലോഡ് ഒറ്റ PDF ഇടും. അത് ആ 2 ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം കൂടെ ഒന്നിച്ചും ഷെയർ ചെയ്യും കേട്ടോ. പിന്നെ യൂണിറ്റ് കോസ്റ്റിങ്ങും എന്തുണ്ട്, യൂണിറ്റും ഉണ്ട്, ജോബും ഉണ്ട്. ഇതൊന്നും കാര്യമായിട്ടൊരു ക്വസ്റ്റ്യനും ഇല്ല ഇതുവരെ. ജോബ് കോസ്റ്റിംഗിൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതല്ലാതെ ചോദിച്ചിട്ടില്ല. ബികോമിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, BBA ഞാൻ 2-3 തവണ ചോദിച്ചു. BBA ആളുകൾ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ അതിൽ? ഓക്കെ, ഞാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് പോവാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഡിസൈർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഗോൾ, ഇതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് നമ്മൾ ഒരു പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് ഒരു കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക, മുൻകൂട്ടി നിശ്ചയിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ വേരിയൻസ് കണ്ടെത്തുക. ഇതിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി വേരിയൻസ് എന്താണെന്നാണ് ഫസ്റ്റ് ചോദ്യം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചില എക്സാമ്പിൾ അനുസരിച്ച് ഒരു പഴംപൊരിയുടെ എക്സാമ്പിൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അത്ര കൺസെപ്റ്റ് വേണ്ട ആളുകൾ അത് കണ്ടിട്ട് തന്നെ പോരാ. അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ നേരമില്ല. ആ കൺസെപ്റ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് വീഡിയോ ഇടുന്നത്. അതും കൂടെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇത് എടുത്തിട്ട് ക്ലാസ് എടുത്തിട്ടാ പോരെ. ഓക്കെ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയൻസ് എന്ന് പറയാം. ഈ വേരിയൻസ് നടത്തി കഴിഞ്ഞാൽ എന്താണ് ഡീവിയേഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പെർഫോമൻസ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസിൽ നിന്നും ആക്ച്വൽ പെർഫോമൻസ് എത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഈ വേരിയൻസിലൂടെ. ഓക്കെ, ഇനി ലേബർ കോസ്റ്റ് വേരിയൻസ് എന്താണെന്നാണ്. ലേബർ കോസ്റ്റ് വേരിയൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റും ആക്ച്വൽ ലേബർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റും ആക്ച്വൽ ലേബർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയാം. അത് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് എങ്ങനെ കാണുക? സ്റ്റാൻഡേർഡ് അവറും സ്റ്റാൻഡേർഡ് റേറ്റും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. ഇവിടെ എന്താണ്, ആക്ച്വൽ അവറും ആക്ച്വൽ റേറ്റും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് അവർ 10 മണിക്കൂർ പണിയെടുക്കണം, റേറ്റ് 15 ആണ്. എന്നാൽ ഇയാൾ എത്ര മണിക്കൂർ പണിയെടുത്തു? 12 മണിക്കൂർ പണിയെടുത്തു, അയാൾക്ക് റേറ്റ് കൊടുത്തിട്ടുള്ള എത്രയാണ്? 16 ആണ്. അപ്പൊ എത്ര ഡിഫറൻസ്? ഇതാണ് എന്ത്, 12 × 15 150 വരും. 12 × 16 172, 184 വരും അല്ലെ? 184 വരും അല്ലെ? 12 160 പിന്നെ ഒരു 32 34 16 അല്ലേ? 16 പറയുമ്പോ 32 182 അങ്ങനെ എന്തോ വരും. എന്താവട്ടെ, അങ്ങനെ എന്തോ വരും. 152 കരുതുക. അപ്പൊ ഒരു 32 യൂണിറ്റിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലേബർ കോസ്റ്റ് വേരിയൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റും ആക്ച്വൽ ലേബർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് എ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. ഒരു പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുക, അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. ഓവർഹെഡിനും മെറ്റീരിയലിനും ലേബറിനും ഒക്കെ ഒരു പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ആക്ച്വൽ കോസ്റ്റ് ആർ ദെൻ കമ്പയർഡ് വിത്ത് ദി സ്റ്റാൻഡേർഡ്. എന്നിട്ട് ആക്ച്വൽ കോസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഇതിനായിട്ട് കമ്പയർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുക, എന്നിട്ട് അത് നമ്മുടെ ആക്ച്വൽ കോസ്റ്റിനായിട്ട് കമ്പയർ ചെയ്യുക. ഇതിനാണ്, അങ്ങനെ ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ഇനി മറ്റൊന്ന് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താന്ന് വെക്കുന്നുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇതെങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 10 യൂണിറ്റ് ആണ്, സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപയാണ്. ഓക്കെ, ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 12 ക്വാണ്ടിറ്റി എടുത്തു, റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 രൂപയും വന്നു. അപ്പൊ ഇവിടെ എത്ര വരുന്നത്? സ്റ്റാൻഡേർഡ് 50 ആണ്, ആക്ച്വൽ എന്ന് പറയുമ്പോൾ 96 ആണ്. ഡിഫറൻസ് ആയിട്ടുള്ള 46 ആണ് ഇവിടുത്തെ കോസ്റ്റ് വേരിയൻസ്. അപ്പൊ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി യൂസേജ് വേരിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാ, ക്ലാസ് കേട്ടിട്ടുണ്ടാവും അറിയില്ല. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ യൂസേജ് വേരിയൻസ് എന്ന് പറയാം. മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് യൂസേജ് വേരിയൻസ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഫുൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. മിക്സ് പറയുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റിന് വ്യത്യസ്ത മിക്സുകൾ ഉണ്ടാവാം. അപ്പൊ സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയാം. ഇനി മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയാം. ഒന്നും കൂടെ പറയാം. ഒന്നാമത്തത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയാം. ഇനി മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉണ്ട്. അതെന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള വേരിയൻസിനാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയാം. ഇനി ഈ യൂസേജ് വേരിയൻസിന് രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. എന്താണ്? മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും തമ്മിലുള്ള ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്? മിക്സ് വേരിയൻസ്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈൽഡ് എന്ന് ഔട്ട്പുട്ട് ആണ്. അപ്പം സ്റ്റാൻഡേർഡ് ഈൽഡും ആക്ച്വൽ ഈൽഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്സ് ആണ്, നല്ലപോലെ നോക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ സ്റ്റെപ്സ് ആണ്. ഞാൻ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ അവസാനം സമയത്ത് ലാസ്റ്റ് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ചാപ്റ്ററിലൊന്നും ഒരുപാട് ഫോക്കസ് ചെയ്യാതെ കോൺട്രാക്ട് കോസ്റ്റിംഗ് മറ്റ് ചാപ്റ്ററുകളിൽ ഫോക്കസ് ചെയ്യുക. ജയിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു എസ്, നിർബന്ധമായിട്ടും ഇത്രയും എക്സാമ്പിൾ നടന്നിട്ടുണ്ട്, ഒരു എസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഒരു 5 മാർക്ക് പ്രതീക്ഷിക്കാം, മിനിമം ഒരു 2 മാർക്ക് പ്രതീക്ഷിക്കാം. ഇത് സാധാരണ കിട്ടുന്നതാണ്. ഓക്കെ, കോൺട്രാക്ട് കോസ്റ്റിംഗില്. യെസ്. ഇനി എന്താണ് നമ്മുടെ സ്റ്റെപ്സ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലെ സ്റ്റെപ്സ് ആണ്. ആദ്യം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതാണ് പ്രീ ഡിറ്റർമിൻ കോസ്റ്റ്. എന്ത് ചെയ്യുക? ഒരു മെറ്റീരിയലിനും ലേബറിനും ഓവർഹെഡിനും ഒക്കെ വരുന്ന പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കോസ്റ്റ് സെറ്റ് ചെയ്യുക. അതിനാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാം? പാസ്റ്റ് ഡാറ്റ എടുക്കും, ടൈം എടുക്കും, മോഷൻ സ്റ്റഡി നടത്തും. ലേബറിനൊക്കെ പഠിക്കണമെങ്കിൽ പിന്നെ ടെക്നിക്കൽ എസ്റ്റിമേറ്റ് നടത്തും. അപ്പൊ ടെക്നിക്കൽ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിലൊക്കെ മെറ്റീരിയലിന്റെ ഒക്കെ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് കാണുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ആക്ച്വൽ കോസ്റ്റ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. യഥാർത്ഥ പ്രൊഡക്ഷൻ എത്ര കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് വേരിയൻസ് മെഷർ ചെയ്യുക. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് വേരിയൻസ് കണ്ടെത്തുക. വേരിയൻസ് കണ്ടെത്തിയതിനു ശേഷം വേരിയൻസിനെ അനലൈസ് ചെയ്യുക. അവിടെ വേരിയൻസ് എത്രയെന്ന് ക്വാണ്ടിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനെ എന്താണ്? അതിന്റെ ക്വാളിഫൈ ചെയ്യണം. എന്താണ് അതിന്റെ റീസൺ? പ്രൈസ് ആണോ, ക്വാണ്ടിറ്റി ആണോ, ടൈം ആണോ, എന്താ റീസൺ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിനുശേഷം റീസൺ കണ്ടെത്തിയിട്ട് വെറുതെ തന്നാൽ മതിയോ? കറക്റ്റീവ് ആക്ഷൻസ്, സ്യൂട്ടബിൾ സ്റ്റെപ്സ് ടു റെഡ്യൂസ് ഇൻഎഫിഷ്യൻസീസ്. കറക്റ്റീവ് ആക്ഷൻസ് എന്ത് ചെയ്യണം? അഡ്വേഴ്സ് ആയിട്ടുള്ള വേരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ലാസ്റ്റ് ഇതിന്റെ ഒരു സമ്മറി മാനേജ്മെന്റിന് എന്ത് ചെയ്യുക? കൊടുക്കുക. എന്തിനാ? നല്ല പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും. ഇതാണ് സ്റ്റെപ്സ്. ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ.
ഓക്കെ, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. സ്റ്റെപ്സ് എന്താണ്? സെറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഞാൻ സാധാരണ ഒരു ക്ലാസ്സിന് ഉണ്ടാക്കുന്ന മൽപ്പിടുത്തൊന്നും ഈ ക്ലാസ്സിൽ ഞാൻ നടത്തുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൺസെപ്റ്റ് ഒന്നും പറയാനില്ല, ചെറിയ രീതിയിലേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഫോക്കസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ എടുക്കാനേ ഉള്ളൂ. 5 6 മാർക്ക് മാക്സിമം പ്രതീക്ഷിക്കാം, അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപൂർവമായിട്ട് എസ് ഒക്കെ ചോദിച്ച് കിട്ടിയാൽ നിങ്ങളെ ഭാഗ്യം. ഓക്കെ, റെക്കോർഡിംഗ് ആക്ച്വൽ കോസ്റ്റ്. ആദ്യം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ആക്ച്വൽ കോസ്റ്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേരിയൻസ് മനസ്സിലാക്കുക, വേരിയൻസിന്റെ റീസൺസിനെ അനലൈസ് ചെയ്യുക, അതിനുശേഷം കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക, മാനേജ്മെന്റിന് റിപ്പോർട്ട് കൊടുക്കുക. ഇതാണ് പണി. ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജസ് നോക്കാം. എന്താണ്? കോസ്റ്റ് കൺട്രോൾ. എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൺട്രോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യാനും ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് റെഡ്യൂസിങ് അൺനെസസറി കോസ്റ്റ് ത്രൂ വേരിയൻസ് അനാലിസിസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് വേരിയൻസ് അനാലിസിസിലൂടെ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും നമ്മൾ സഹായിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ്. എന്ത് ഉപയോഗിച്ചിട്ട്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പ്ലാനിങ്ങിന് പറ്റുന്നുണ്ട്. അസിസ്റ്റ് ഇൻ ബജറ്റിംഗ്. ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ബജറ്റ് ഒക്കെ സെറ്റ് ചെയ്യാട്ടോ. ബജറ്റിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ടൂളാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ പ്ലാനിങ്, ഇങ്ങനത്തെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ നടത്താം. അതായത് ബെറ്റർ പ്ലാനിങ്ങിന് പറ്റും. അസിസ്റ്റ് ഇൻ ബജറ്റിംഗ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേഷൻ, ഇതിനൊക്കെ സ്റ്റാൻഡേർഡ് സഹായിക്കുന്നുണ്ട്. ഇഷ്യൂ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? വേരിയൻസ് അനാലിസിസിന്റെ സഹായത്തോടു കൂടെ ഏർലി ബേർഡ് അല്ലെങ്കിൽ ഏർലി ആയിട്ട് നമുക്ക് പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ അഡ്വാൻറ്റേജ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും, നല്ല നല്ല പ്ലാനുകൾ കൊണ്ടുവരാൻ പറ്റും, കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ പെട്ടെന്ന്, ഇഷ്യൂസ് ഒക്കെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് നോക്കുക. ഹൈ ഇനീഷ്യൽ എഫേർട്ട്. ആദ്യ സമയത്ത് നല്ല ടൈം സ്പെൻഡ് ചെയ്യണം. വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ഉച്ചക്ക് ചോറും ഒക്കെ വെച്ച് എന്നിട്ട് പള്ള ഒഴിഞ്ഞ് കിടന്നാലൊന്നും എന്ത് കിട്ടൂല? സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അതിന് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വെച്ച് കാര്യങ്ങൾ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ ഇനീഷ്യൽ എഫേർട്ട് ഉണ്ട്. ചിലപ്പം അൺറിയലിസ്റ്റിക് ആവാം. സ്റ്റാൻഡേർഡ് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിക്കോളണം എന്നില്ല, അങ്ങനെ ഒരു പറയുന്നുണ്ട്. കാരണം റോങ് ജഡ്ജ്മെന്റ് ചെയ്യുന്ന എംപ്ലോയിയുടെ റോങ് ജഡ്ജ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അൺറിയലിസ്റ്റിക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ ഇൻഡസ്ട്രിക്കും ഇതെന്തല്ല പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഒക്കെ എന്തൊരു ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിലും അതിന് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല റെസിസ്റ്റൻസ് വരും. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് റെസിസ്റ്റൻസ് വരാം എന്നുള്ളതും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസഡ്വാൻറ്റേജ്. ഒന്നാമത്തെ, ഇനീഷ്യലി നല്ല എഫേർട്ട് വേണം. വെറുതെ ഒരു സാധനം കിട്ടൂലോ, എല്ലാത്തിന്റെയും പോരായ്മയാണ്. നിങ്ങൾക്ക് ഇനീഷ്യലി നല്ല എഫേർട്ട് ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനീഷ്യലി എഫേർട്ട് വേണം. പിന്നെ ജഡ്ജ്മെന്റ് റോങ് ആയി കഴിഞ്ഞാൽ ഇംപ്രാക്ടിക്കൽ ആവും കാര്യങ്ങൾ. അതാണ് അൺറിയലിസ്റ്റിക് ആവാന്ന് പറഞ്ഞത്. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എല്ലാ ഇതിലൊന്നും ഇൻഡസ്ട്രിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയൂല. പിന്നെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉടലെടുത്തേക്കാം. പിന്നെ അടുത്തതാണ്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് പക്ഷേ ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുൻകൂട്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ പഠിച്ച പല പോയിന്റുകൾ തന്നെ. കോസ്റ്റിന് ആദ്യം എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? മെറ്റീരിയൽ എത്ര, ലേബർ എങ്ങനെ, ഓവർഹെഡ് എങ്ങനെ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെറ്റീരിയലിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണണ്ടേ, ലേബറിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണണ്ടേ, ഓവർഹെഡിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണണ്ടേ. അപ്പൊ എല്ലാത്തിനെയും ക്ലാസിഫൈ ചെയ്യണ്ടേ? അതാണ് ഒന്നാമത്തെ. അപ്പൊ ക്ലാസിഫൈ ചെയ്തിരിക്കണം. സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് കൃത്യമായി സ്റ്റഡി നടത്തണം. എന്നാലേ അവിടെ മെറ്റീരിയലും ലേബറിന്റെ ഒക്കെ ആവശ്യകത എത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പോകുന്നതിന്റെ മുന്നായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ടെക്നിക്കലും എഞ്ചിനീയറിംഗും ആയിട്ടുള്ള അനാലിസിസുകൾ നല്ലപോലെ നടത്തണം. അതായത് എക്സ്പേർട്ടിന്റെ അനാലിസിസുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. മോഷൻ സ്റ്റഡി നടത്തണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലേ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ
സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുക എന്നല്ലേ. അതിനു വേണ്ടി നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ നടത്തണം. അതേപോലെ തന്നെ ഓരോ പ്രോസസ്സിനെയും കൃത്യമായി പഠിക്കണം. അപ്പോഴേ നമുക്ക് ആ പ്രോസസ്സ് എന്താണെന്ന് അറിയാതെ എങ്ങനെയാണോ അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവരിക പറ്റൂല. അപ്പൊ അതാദ്യം നിർബന്ധമാണ്. പിന്നെ ഒരു എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നിർബന്ധമാണ് ഓരോന്നിന്റെയും. ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ സഹായത്തോടു കൂടിയാണ് മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്ര, ലേബർ കോസ്റ്റ് ഒക്കെ എങ്ങനെ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അത് നിർബന്ധമാണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, പാസ്റ്റ് ഡാറ്റ വേണം. എന്തിനാ? പാസ്റ്റ് പെർഫോമൻസ് അനലൈസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സ്റ്റാൻഡേർഡും ഫെയർ സ്റ്റാൻഡേർഡും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മുൻപ് നമുക്ക് എങ്ങനെ ചെയ്തിരുന്നു എന്ന ഡാറ്റ നിർബന്ധമായിട്ടും വേണം. അതും ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ മുൻകൂട്ടി ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, സെലക്ഷൻ ഓഫ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്. അതായത് ഡിസൈഡ് വെദർ ഐഡിയൽ സ്റ്റാൻഡേർഡ്, പെർഫെക്റ്റ് കണ്ടീഷനിൽ വരുന്നതാണ് ഐഡിയൽ സ്റ്റാൻഡേർഡ്. അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്, അതായത് പ്രാക്ടിക്കലി നടക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. ബേസിക് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഫിക്സഡ് ഓവർ ടൈം, നമുക്ക് ബേസിക്കലി കിട്ടുന്ന സ്റ്റാൻഡേർഡ് ആണ് ബേസിക് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡുകളൊക്കെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് സെന്ററുകൾ, ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യണം. പിന്നെ ഓരോ ഇതിലൊരു 5 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഏതെങ്കിലും 5 പോയിന്റ് മിനിമം. 5 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇതില്. അപ്പം എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നോക്കുക. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ കോസ്റ്റിനെ നല്ലപോലെ ക്ലാസിഫൈ ചെയ്യുക. രണ്ടാമത് എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സ് പഠിക്കുക. ഒരു പ്രൊഡക്ഷൻ ഏതൊരു പ്രോസസ്സും പഠിക്കാതിരുന്ന അവിടെയുള്ള കാര്യങ്ങൾ, കൺട്രോൾ മെഷേഴ്സ് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. പിന്നെ നല്ല ടെക്നിക്കൽ അനാലിസിസ് നിർബന്ധമാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ. എക്സ്പേർട്ടുകളെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ചെയ്യുക. ക്വാണ്ടിറ്റിനെ എസ്റ്റിമേഷൻ നടത്തുക. ഇതാണ് ടെക്നിക്കൽ അനാലിസിസിനോട് അതിലൂടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിക്കണം. ഹിസ്റ്റോറിക്കൽ ഡാറ്റ പറഞ്ഞാൽ പാസ്റ്റ് ഡാറ്റ. ഓരോന്ന് ചെയ്യാൻ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്, ഐഡിയൽ സ്റ്റാൻഡേർഡ്, പെർഫെക്റ്റ് കണ്ടീഷൻ, എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ടുള്ള ഐഡിയൽ സ്റ്റാൻഡേർഡ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് ഒരിക്കലും പ്രാക്ടിക്കലി കിട്ടൂല കേട്ടോ. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനിശ്ചിതാവസ്ഥ ഇല്ലാതെ കിട്ടുന്ന വരുന്ന സ്റ്റാൻഡേർഡ് ആണ്. അതൊരിക്കലും പ്രാക്ടിക്കലി വരുന്നില്ല. പ്രാക്ടിക്കലി ഉള്ളതാണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫിക്സഡ് ഓവർ ടൈമിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പ്രാക്ടിക്കലിയും തന്നെ ചിലപ്പം വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അതിന് താഴെ വരുന്നതാണ് ബേസിക് സ്റ്റാൻഡേർഡ്. ബേസിക്കലി നോർമൽ സിറ്റുവേഷനിൽ നടക്കും. പിന്നെ അവയർനെസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. അതായത് എംപ്ലോയീസ്, മറ്റുള്ളവർക്കൊക്കെ, സ്റ്റാഫുകൾക്ക്. പിന്നെ കോസ്റ്റ് സെന്റർ, ഡിപ്പാർട്ട്മെന്റുകളെ എന്ത് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവർ അങ്ങനെ കോസ്റ്റ് സെന്ററുകൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അതെന്തിനാ? അവനവന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായിട്ട് കൊടുക്കണം. ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത് അവരോടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലും കാണുന്നത് കേട്ടോ. 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ നല്ലപോലെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ തന്നെ നമുക്ക് പഠിക്കാനുള്ളൂ ഈ 2 ചാപ്റ്റർ. ഈ നിങ്ങൾ ബജറ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെയും പ്രതീക്ഷിക്കാവുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നാണ്. അപ്പൊ എല്ലാം നല്ലപോലെ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നാളെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ നോക്കുക. അതുപോലെ തന്നെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഇത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിപ്പോ അപ്ലോഡ് ചെയ്യും. ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാണുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. വീണ്ടും വീണ്ടും പഠിക്കുക. അവസാനം വന്ന് എന്നോട് കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ പിന്നെ നോക്കിയിട്ടില്ല സാറേ, ഇനി ഏതാ നോക്കേണ്ടതെന്ന്. അവർക്ക് വേണ്ടി പറയാണ്, വീണ്ടും പറയാണ്, ഓൾറെഡി പറഞ്ഞതാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് നോക്കുക, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് നോക്കുക. ഇതിന്റെ കൂടെ തന്നെ പ്രോസസ്സും കൂടെ എടുക്കുക. എന്തുകൊണ്ടാ പ്രോസസ്സ് എടുത്തത്? പ്രോസസ്സിന് 7, 8, 9 മാർക്കൊക്കെ കിട്ടുള്ളൂ. പക്ഷേ മെറ്റീരിയലും ലേബറും ഓവർഹെഡും കമ്പയർ ചെയ്യുമ്പോൾ പ്രോസസ് ആണ് കമ്പാരിറ്റീവ്ലി വളരെ കുറവ്. പ്രത്യേകിച്ച് മെറ്റീരിയലും ഓവർഹെഡും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം കോൺട്രാക്ട് കോസ്റ്റിംഗ് എടുക്കുക, പ്രോസസ് കോസ്റ്റിംഗ് എടുക്കുക, ലേബർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയലും ഓവർഹെഡും പോകും. പിന്നെ സെലക്റ്റീവ് പഠനം നടത്തുക. മെറ്റീരിയൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ EOQ നോക്കുക. അത് കഴിഞ്ഞിട്ട് ലെവൽസ് നോക്കുക. പിന്നെ ലിഫോ കാര്യങ്ങൾ നോക്കുക. ലേബറിൽ നിങ്ങൾ എന്താ നോക്കണ്ടേ? ടൈലറും ഹാൾസിയും റോവനും നോക്കുക. ഓക്കെ. ഓവർഹെഡ് ഇന്നതെന്ന് പറയാനല്ല, പക്ഷെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അലോക്കേഷൻ എന്ത് ചെയ്യാൻ നല്ലപോലെ നോക്കുക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ അലോക്കേഷൻ നല്ലപോലെ നോക്കുക കേട്ടോ. MHR ഇനി പറയണ്ടല്ലോ. MHR എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ അവർ റൈറ്റ്. ഇതൊക്കെ
ഇതൊക്കെയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് കേട്ടോ. കഴിഞ്ഞ എക്സാമുകൾ പോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആവാനും കൂടെ നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാം നല്ലപോലെ പഠിക്കുക. ഇനി ഒരുപാട് ടൈമില്ല, നാളത്തോടു കൂടി ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും കേട്ടോ. സെറ്റല്ലേ? പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞേ. പ്രോബ്ലംസ് ഒന്നും ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി 10ാമത്തെ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം ഉണ്ട്. 10ാമത്തെ ചാപ്റ്റർ മുഴുവൻ ഒരു പേജ് ഒഴിവാക്കാതെ എടുത്തിട്ടുണ്ട്. അത് 45 മിനിറ്റേ ഉള്ളൂ. അതിന് ഇനി റിവിഷന്റെ ആവശ്യമില്ല ശരിക്കും. അതിന് PYQ അടക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. 10ാമത്തെ ക്ലാസ്സിൽ PYQ അടക്കം നമ്മുടെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പോ 10-15 മിനിറ്റിനുള്ളിൽ അപ്ലോഡ് ചെയ്യും. അതിന് സെപ്പറേറ്റ് ഒരു റിവിഷന്റെ ആവശ്യമില്ല. റിവിഷനിലും എനിക്ക് പറയാനുള്ളത് എന്താണ്, ആ PYQ ഡിസ്കഷൻ ആണ്, വേറെ ഒന്നുമില്ല അതിന്. അതൊക്കെ എടുത്ത് പഠിക്കുക. 1-2 ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് ഇനി ഉള്ളത്. യൂണിറ്റ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് ഒക്കെ ഫുൾ ഇട്ടതാണ്. അതും കണ്ടേക്കൊണ്ടു. അതിന്റെ ക്ലാസ് അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിടും. ഇനി അതൊന്നും ഒരുപാടില്ല. എല്ലാത്തിനും കൂടെ എനിക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി. ഓക്കെ ഓക്കെ, എന്നാ നമ്മൾ അവസാനിപ്പിക്കാം. ഇനി ഒരുപാട് നേരമില്ല നമുക്ക്.